ഹലോ എവരി വൺ. അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബാക്കി പാർട്ടാണ്. അപ്പോൾ ഏകദേശം കഴിയാനായി. നമ്മൾ ഇന്നലെ 3 ടോപ്പിക്സ് അതിൽ ഡിസ്കസ് ചെയ്തു. സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ, പിന്നെ റിഫോർമേഷൻ ഓഫ് ഇംഗ്ലീഷ്, ദെൻ ഇംഗ്ലീഷ് ഡയലക്റ്റ് ബ്രിട്ടീഷും അമേരിക്കനും. ഇനി കുറച്ചൊരു ടോപ്പിക്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ആവാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണോ സ്പ്രെഡ് ആയത് അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതൊക്കെ ഈ കൊളോണിയലിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതിൻ്റെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ മലയാളം ലാംഗ്വേജ് കുറച്ച് കട്ടിയുള്ള വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളം ലാംഗ്വേജിൽ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ആ മദർ ടങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോഴാണ് ഇംഗ്ലീഷിന് വേരിയൻറ്റ് സംഭവിക്കുന്നത്, അതായത് യഥാർത്ഥ ഇംഗ്ലീഷിൽ നിന്നും വ്യത്യസ്തമായി പോകുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയാം. ഇന്ത്യൻ ഇംഗ്ലീഷ് ഇൻ്റർനാഷണലി അക്ലെയിം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു വേരിയൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ആണ്. ദി പ്ലേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് മസ്റ്റ് ബി സീൻ അഗെയിൻസ്റ്റ് ദി background of developments in the years of British rule. Education in the English language had been introduced both to provide recruits for the subordinate services to teach Indians the rudiments of a culture which was commended as superior to their own. അപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻറ്റ് കിട്ടിയെങ്കിലും ബ്രിട്ടീഷുകാർ പോയെങ്കിലും ആ ഇൻഫ്ലുവൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ലെവലിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നതും എന്തിനാന്ന് വെച്ചാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ കൾച്ചർ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ, ഫുഡിങ്, അങ്ങനെ ബ്രിട്ടീഷേഴ്സ് ഫോളോ ചെയ്തിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവരുടെ ലൈഫ് സ്റ്റൈൽ, അതായത് അവരുടെ കൾച്ചറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെയും ആളുകളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇവിടെ ആരംഭിച്ചത്. കാരണം ബ്രിട്ടീഷുകാർ പറയുന്നത് അവരുടെ കൾച്ചറാണ് ഏറ്റവും സുപ്പീരിയർ, ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. തോമസ് ബാബിങ്ടൺ മെക്കാളേസ് ഹിസ്റ്ററിക് മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഓഫ് 2 February 1835 is generally perceived to be the starting point of English education in India. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കായിരുന്നു, അതുപോലെ തന്നെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു മെക്കാളെ എന്ന് പറയുന്നത്. സോ മെക്കാളയുടെ മിനുറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമല്ല, അതൊരു എഡ്യൂക്കേഷൻ ആക്റ്റാണ് മിനുറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1835 ഫെബ്രുവരി 2 ഈ ഒരു എഡ്യൂക്കേഷൻ ആക്ട്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് മിനുറ്റ് എന്ന പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ആവശ്യം എന്നതിനെക്കുറിച്ചൊരു ഡെഫിനിറ്റീവായിട്ടുള്ളൊരു ഗ്രന്ഥമായിരുന്നു ഈ മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അതിൻ്റെ ആവശ്യകത എന്താണ്, അത് പഠിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിനെ പ്രൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന രീതിയിൽ അവരെന്ത് ചെയ്തു, ഇന്ത്യൻ ജനങ്ങളെ അല്ലെങ്കിൽ അന്നത്തെ പൊളിറ്റീഷ്യൻസിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടത്താനുള്ള അനുമതി വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് അവിടെ വന്നു തുടങ്ങി, ഇവിടെ ഇന്ത്യയിൽ വന്നു തുടങ്ങി. പിന്നീട് ഇംഗ്ലണ്ടിൽ ട്രേഡിന് വേണ്ടിയിട്ട്, അതായത് അവിടെയുള്ള ഇംഗ്ലണ്ടിലുള്ള ആളുകൾക്ക് ട്രേഡിന് വേണ്ടിയിട്ട് ഈസ്റ്റിലേക്ക് പോകാം എന്നുള്ളൊരു വ്യവസ്ഥ വന്നതോട് കൂടിയിട്ടാണ് വീണ്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എഡ്യൂക്കേഷൻ ഇവിടെ ഡെവലപ്പായത്. Then the period 1844 to about 1905 until the beginning of nationalism saw a series of policy decisions by the British administrations and implemented English education in different ways. This period was also beginning of the era of commission reports. Harding, the Governor General, decided to open subordinate jobs to Indians. അപ്പോൾ 1844 മുതൽ 1905 വരെയാണ് ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരുപാട് കമ്മീഷൻസ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചും അതുപോലെ ഇംഗ്ലീഷിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് വ്യവസ്ഥിതികളും കമ്മീഷൻസൊക്കെ വന്നു തുടങ്ങി. സോ ഇത് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്ലാൻസ് എന്തൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തായിരുന്നു, ഇംഗ്ലീഷ് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ ദേ ബിഗാൻ ടു ലേൺ ഇംഗ്ലീഷ്. പക്ഷേ ഇതൊക്കെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു ഡിസയർ അവർക്കുണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ഇന്ത്യയെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാനും അതുപോലെ ഇവരുടെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി അത് ബ്രിട്ടീഷേഴ്സിനോട് ഈക്വലൈസ് ചെയ്യാനും, അതായത് ഇവരുടെ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. The first major commission report on Indian education was written by a committee under the presidentship of Charles Wood in 1854, and it is called Magna Carta of Indian Education. It made several recommendations, and most important being the establishment of universities. അപ്പോൾ മാഗ്ന കാർട്ട ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റേത് മെക്കോളയുടെ മിനിറ്റില്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ മാഗ്ന കാർട്ട എന്ന് പറയുന്ന റിഫർമേഷൻ നിലവിൽ വന്നത് 1854 സോ യൂണിവേഴ്സിറ്റികൾ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു വ്യവസ്ഥിതിയോട് കൂടിയിട്ടാണ് മാഗ്ന കാർട്ട കമ്മീഷൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരണം. വെർണാക്കുലേഴ്സ് ആൻഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഷുഡ് ബി എൻകറേജ്ഡ് ആൻഡ് ടോട്ട്. അതായത് വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശഭാഷ, അതായത് നമ്മുടെ നാട്ടുഭാഷയല്ലേ, കൊളോക്കൽ ലാംഗ്വേജിനെ എൻകറേജ് ചെയ്യാനും പിന്നെ അത് പഠിപ്പിക്കാനും ആളുകൾ വേണം. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന് മസ്റ്റായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. അങ്ങനെയുള്ള ഓരോ വ്യവസ്ഥകളായിരുന്നു മാഗ്ന കാർട്ട കരാറിൽ ഉണ്ടായിരുന്നത്. In 1959, Nehru promised that no language would be imposed as official language and English would remain as an associate additional language for the indefinite period. അതായത് ഇപ്പം നമ്മൾ 1921 ആയപ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ രാഷ്ട്രഭാഷ, നാഷണൽ ലാംഗ്വേജ് ഏതാക്കണം എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദൊക്കെ പറഞ്ഞത് എന്താണ്, അവരും അതുപോലെ നെഹ്റു ഒക്കെ കൂടുതലും ഹിന്ദിക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇംഗ്ലീഷ് ആക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും നടപ്പിലാവില്ല. കാരണം ഇന്ത്യയുടെ ഒറിജിനൽ ഭാഷ ഹിന്ദി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി രാഷ്ട്രഭാഷയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതേസമയം ഇംഗ്ലീഷിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ പിന്നീട് നെഹ്റു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലാംഗ്വേജിനെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ട് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദി കറൻറ്റ് ഡേ
ദ പൊസിഷൻ ഓഫ് ഇംഗ്ലീഷ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹിന്ദി. ഇപ്പോൾ ഹിന്ദി എന്ന ലാംഗ്വേജ് എങ്ങനെയാണോ അതുമായിട്ട് ഈക്വൽ പൊസിഷനിലാണ് ഇപ്പോൾ ഇംഗ്ലീഷും ഇന്ന് കറൻ്റ്ലി ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇംഗ്ലീഷ് ഹാസ് ബിക്കം വൺ ഓഫ് ദി എസെൻഷ്യൽ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ടു ഇംഗ്ലീഷ്. English medium schools were started everywhere and parents preferred to send their children to English medium schools, and this became a status of symbol. Then to promote standard English and to improve the quality of English language learning, an institution for training for teachers, the English language was set up, Central Institute of English Language and the Foreign Language, CIEFL. Later it became known as EFLU at the Hyderabad in 1958. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൂടി, അതിൻ്റെ ഡിമാൻഡ് കൂടി. ഇപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങൾ വന്നു, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് വന്നു. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറി. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം രൂപീകരിച്ചു. അതാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, CIEFL എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഇതറിയപ്പെടുന്നത് IFLU എന്നാണ്, EFLU. ഓക്കെ, അത് ഹൈദരാബാദിലാണ് 1958 അത് സ്ഥാപിച്ചതല്ല, അതിൻ്റെ പേര് IFLU ആക്കി മാറ്റിയത് 1958. After the globalization, English has attained a new status in India. Global exchanges, new trade agreements and expansion of IT industry enhanced the demand for English as a common means for communication. അപ്പോൾ IT-യുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റും അതുപോലെ ഗ്ലോബലൈസേഷനൊക്കെ വന്നതോടുകൂടി ഇന്ത്യൻ ഇംഗ്ലീഷിനൊരു അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷിനൊരു പ്രത്യേക സ്റ്റേറ്റസ് വന്നു തുടങ്ങി. ഇപ്പോൾ ഓൾ ഓവറായിട്ട് ഇംഗ്ലീഷിൽ, അതായത് ഇന്ത്യയിൽ പോലും ഇംഗ്ലീഷ് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്കൊരിക്കലും കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷിനെ കുറിച്ചൊരു ഏകദേശം എങ്ങനെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഇത്രത്തോളം പ്രാധാന്യം അർഹിച്ചു എന്നതിനെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ മാഗ്ന കാർട്ടയും പിന്നെ നമ്മുടെ മെക്കാളയുടെ മിനിറ്റ് എന്ന് പറയുന്ന കരാറും, അത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾ ദീസ് വെറൈറ്റീസ് ഹാവ് ബീൻ ഇൻഫ്ലുവൻസ് അറ്റ് ദി ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് പീപ്പിൾ. ഇപ്പം നമുക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിലും അതിലൊക്കെ ഒരു നമ്മുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് വരും. ഇപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ഉണ്ട്, ബംഗാളി ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തമിഴ് ഇംഗ്ലീഷ് ഉണ്ട്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു വേരിയൻ്റ് ആയിട്ടുള്ളൊരു സ്ലാങ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷിനെ കുറിച്ചും ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ഇൻ ദി പോസ്റ്റ് കൊളോണിയൽ വേൾഡ്. അതാണ് സിലബസിൽ തന്നിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്. Control over language is one of the main features of imperial oppression. The imperial education system imposes a standard version of the colonizer's language as the norm and marginalizes all variant and substandard. അതായത് കൊളോണിയലിസം വന്നതോടുകൂടി അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിൻ്റെ പവർ വന്നതോടുകൂടി എന്തായി, ലാംഗ്വേജിലും ഈ ഒരു ഒപ്രഷൻ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതായത് കോളനൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ കോളനിവൽക്കരിക്കപ്പെട്ട ആളുകളുടെ കൊളോക്കിയൽ ലാംഗ്വേജിൻ്റെ മേലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പീരിയലിറ്റി അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ ലോക്കൽ ലാംഗ്വേജസിനെയൊക്കെ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡിസ്മാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഒപ്രസ് ചെയ്യുകയും അത്തരം ലാംഗ്വേജസിനെ, കൊളോക്കിയൽ ലാംഗ്വേജസിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാണ് മാർജിനലൈസേഷൻ എന്ന് പറയുക. പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവർ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആക്കിയിട്ട് മാറ്റാൻ, അതുപോലെ ആ ഒരു സ്റ്റാൻഡേർഡിറ്റി കോളനൈസേഴ്സിൻ്റെ മേലെ. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ 3 കോൺസെപ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു. ഒന്ന് ട്രൂത്ത്, പിന്നെ ഓർഡർ, പിന്നെ റിയാലിറ്റി. ട്രൂത്ത്, ഓർഡർ, റിയാലിറ്റി, ഈ 3 കോൺസെപ്റ്റും എമേർജ് ആയി വന്നു. അതായത്
ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ ട്രൂത്തും ഓർഡറും റിയാലിറ്റിയും കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോസ്റ്റ് കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ അത്തരമൊരു കോൺസെപ്റ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ് മറ്റുള്ളവർ ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് there are two distinct processes in post colonial writing. First one is abrogation and second one is appropriation. ഓക്കെ, അതായത് അബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജ് ഓഫ് ദി ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഡീനിയൽ ഓഫ് ദി പ്രിവിലേജ് ഓഫ് ഇംഗ്ലീഷ് എന്നാണ് അർത്ഥം. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഹൈലി കൾച്ചേർഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സോ അതിനെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെനി ചെയ്യുക എന്നുള്ളതാണ് അബ്രോഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ എന്നാണ് ഇതിന് പറയുന്ന മറ്റൊരു പേര്. അപ്രോപ്രിയേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ലാംഗ്വേജ് ഓഫ് ദി സെൻറ്റർ, ദ പ്രോസസ് ഓഫ് ക്യാപ്ചറിങ് ആൻഡ് റീമോൾഡിങ് ദ ലാംഗ്വേജ് ടു ന്യൂ യൂസേജ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പുതിയ പുതിയ യൂസേജുകൾ കൊണ്ടുവന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഡീകൺസ്ട്രക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടി റീഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്രോപ്രിയേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവർ സാധ്യമാക്കിയത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൂടെയാണ്. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൂടെയാണ് ഈ അബ്രോഗേഷനും അതുപോലെ അപ്രോപ്രിയേഷനും അവർ നടപ്പിലാക്കി വന്നിരുന്നത്. അതിന് The appropriation process is the process by which the language is taken and adapted to suit the colonizers' cultural experiences, or Raja Rao puts it to convey in a language and is not one's own the spirit that is one's own. And language is adapted as a tool to utilize it in various ways to express widely differing cultural experiences. സോ ഇതൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ദ ഫാക്ട് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ഹാസ് ബീൻ ഓൾറെഡി അക്സെപ്റ്റഡ് ബൈ പീപ്പിൾ ഓൾ ഓവർ ഇൻ ദി വേൾഡ്. Newspapers and magazines have presented to the world the scenario suggesting the universality of language spread and the likelihood of its continuation. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. എല്ലായിടത്തും വേൾഡ് വൈഡ് ആയിട്ട് റെക്കഗ്നിഷൻ ലഭിച്ചൊരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറി. അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ആയാലും മാഗസീൻസ് ആയാലും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. അതെന്തിനാന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് എല്ലാ ആളുകളും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. ഇനി എന്താണ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഗ്ലോബൽ ലാംഗ്വേജിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്? എ ലാംഗ്വേജ് അച്ചീവ്സ് എ ജെന്യുവൻലി ഗ്ലോബൽ സ്റ്റേറ്റസ് വെൻ ഇറ്റ് ഡെവലപ്സ് എ സ്പെഷ്യൽ റോൾ ദാറ്റ് ഈസ് recognized in every country. Special role here means several things. അതായത് എന്തെങ്കിലും ഒരു ലാംഗ്വേജിനോ അല്ലെങ്കിൽ ആ ലാംഗ്വേജ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗ്ലോബൽ സ്റ്റേറ്റസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് വിളിക്കാം. Countries in which large number of people speak the language as their mother tongue. In the case of English, it is the mother tongue in Britain, USA, Canada, Ireland, Australia, New Zealand, South Africa, several Caribbean countries and sprinkling in other countries. അതായത് ഒരുപാട് കൺട്രീസിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഒരു ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ ആ ലാംഗ്വേജിന് ഗ്ലോബൽ സ്റ്റേറ്റസ് കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് ബ്രിട്ടൻ്റെയും USA, കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, പിന്നെ സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒക്കെ എന്താണ് മദർ ടങ് ആണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് അത്രയും വൈഡ് സ്പ്രെഡ് ഉണ്ട്, അതുകൊണ്ട് അത് ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഇനി എ ലാംഗ്വേജ് ക്യാൻ ബി ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് എ കൺട്രി ടു ബി യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സച്ച് ഡൊമൈൻസ് ആസ് ഗവൺമെൻറ്, ലോ, കോഴ്സ്, മീഡിയ ആൻഡ് ദി എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇപ്പോൾ ഒരു ലാംഗ്വേജിന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആവാനുള്ള ഒരു നിയമമുണ്ട്. അതായത് ഗവൺമെൻറ്റിനും കോർട്ടിനും മീഡിയാസിനും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവരാൻ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ, ഗാന,
അതുപോലെ നൈജീരിയ, സിംഗപ്പൂരിലൊക്കെ എന്താണ് ഈ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മദർ ടങ്ങിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പൊസിഷനാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷ് ഇത്രയും രാജ്യങ്ങളിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആകുമ്പോൾ അതിൻ്റെ വൈഡനിങ് ഒരുപാടുണ്ട്. കാരണം അതിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. സോ അത്രയും ആളുകൾ ഈ ഇംഗ്ലീഷിനെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഗ്ലോബൽ ലാംഗ്വേജ് ആക്കാതിരിക്കാൻ പറ്റില്ല. ഇനി നോക്കേണ്ടത് നമുക്ക് എന്തിനാണ് ഈ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ഓർ മൊണാർക്സ് ഓർ അംബാസിഡേഴ്സ് ദ നീഡ് ഫോർ കോമൺ ലാംഗ്വേജ് arises. When communities want to trade together to act a lingua franca, the need for common language is felt. Sometimes they communicate with each other using simplified language called as pidgin. Many such pidgin languages are survives today. അതായത് ഇപ്പോൾ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും ഒരുപോലെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഗ്ലോബൽ ലാംഗ്വേജ്. ഈ ഗ്ലോബൽ ലാംഗ്വേജ് ഉള്ളതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലെ പെട്ട ആളുകൾക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഗ്ലോബൽ ലാംഗ്വേജ് അല്ലായിരുന്നു എങ്കിൽ എല്ലായിടത്തും ഇംഗ്ലീഷിൻ്റെ ഒരു വൈഡ് സ്പ്രെഡ് ഉണ്ടാവില്ലായിരുന്നു. അതുമാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡും ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും അതുപോലെ മറ്റുള്ള ഒരുപാട് കരാറുകളും ഒന്നും തന്നെ നേരാവിധം ശരിയായ രീതിയിൽ നടത്താൻ കഴിയില്ലായിരുന്നു. സോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഗ്ലോബൽ ലാംഗ്വേജ് ആയിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഇംഗ്ലീഷിന് അത്രയും വൈഡ് സ്പ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ അതിൻ്റെ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് പ്രൊക്ലെയിം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ലിംഗ്വ ഫ്രാൻക എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞിട്ടുണ്ട്, ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. ലിംഗ്വ ഫ്രാൻക എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. A language that is adopted as a common language between speakers whose native languages are different. അതായത് നേറ്റീവ് ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായി വന്നൊരു കോമൺ ലാംഗ്വേജ് ആണ് ലിംഗ്വ ഫ്രാൻക എന്ന് പറയുന്നത്. അത് സ്പാനിഷ്, ഡച്ച്, പിന്നെ സ്പാനിഷ്, ഗ്രീക്ക് അതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ് ഈ ഒരു ലിംഗ്വ ഫ്രാൻക എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഓവറോൾ നമ്മൾ കവർ ചെയ്തു. ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ മെറ്റീരിയൽ ഒന്ന് നോക്കുക. മെറ്റീരിയൽ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദ റൈസ് ഓഫ് ഇംഗ്ലീഷസ്. പിന്നെ ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ളത് എസ്സേയിൽ ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റൈസ് ഓഫ് ഇംഗ്ലീഷസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദി റൈസസ് ഓഫ് ഇംഗ്ലീഷ് നോക്കാം. ഡേവിഡ് ക്രിസ്റ്റൽ in his book English as a Global Language quotes Salman Rushdie's words from his essay, Commonwealth literature does not exist. The English language ceased to be the sole possession of the English some time ago. അതായത് ഡേവിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബുക്കായ ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, സൽമാൻ റുഷ്ദിയുടെ വാക്കുകൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കോമൺവെൽത്ത് ലിറ്ററേച്ചർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോമൺവെൽത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ കോളനികളായിട്ട് പിന്നീട് അവരിൽ നിന്ന് ഫ്രീ അയക്കപ്പെട്ട രാജ്യങ്ങളെയാണ് കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. സോ അവരുടെ ലിറ്ററേച്ചറിനെയാണ് കോമൺവെൽത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺവെൽത്ത് ലിറ്ററേച്ചറിന് ഡസ് നോട്ട് എക്സിസ്റ്റ്, അത് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് സൽമാൻ റുഷ്ദി. Even the largest English-speaking nation, the USA, has only about 20% of world English speakers. No one can now claim the ownership of English. According to Crystal, this is the best way to describe a global language. Its usage is not restricted by countries or governing bodies. ഡേവിഡ് ക്രിസ്റ്റലിൻ്റെ ഒരു വർക്ക്, അതായത് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന വർക്കിൽ പറയുന്നത് അമേരിക്കയിൽ എല്ലാ ആളുകളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നേറ്റീവ് ടങ് ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി ലോകത്തിൻ്റെ 20% ആളുകളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ലോകത്തിലെ 20% ആളുകളും അമേരിക്കയിലാണ് ഉള്ളത്. അത് ശരിക്കും കുറവാണ്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് USA ആണ്. പക്ഷെ അവിടെ ആയിട്ട് പോലും 20% ആളുകൾ മാത്രമേ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ.
അതുമാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എവിടെ യൂസ് ചെയ്താലും അതിനെ ഒരു ഗവൺമെൻറ്റും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ ലാംഗ്വേജ് ഹിന്ദിയാണ് അല്ലേ, പക്ഷേ ഇവിടെ എത്ര പേർക്ക് ഹിന്ദി അറിയാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്, പക്ഷെ നമുക്ക് ഹിന്ദി അറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും എല്ലായിടത്തും അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ലാംഗ്വേജായ ഇംഗ്ലീഷിനെ കുറിച്ച് എല്ലാവർക്കും ഒരു വിവരമുണ്ട്. പക്ഷേ നാഷണൽ ലാംഗ്വേജായ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാംഗ്വേജായ ഹിന്ദിയെക്കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല. ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഹാസ് ഡബിൾഡ് സിൻസ് 1960 and passed 1,000 million in 1999. India's population growth is larger than that of China. 1960 മുതൽ 1999 വരെയുള്ള പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ റാപ്പിഡ് ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് ആണ് പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ളത്. അത് ചൈനയുടെ പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാളും 1.7% ഇരട്ടിയാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലും എന്തായിരിക്കും ഇംഗ്ലീഷ് വളരെയധികം പെട്ടെന്ന് റാപ്പിഡായിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി റേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സോ നിങ്ങൾ റേസസ് ഓഫ് ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഈ മാപ്പ് ചെറുതായിട്ടൊന്ന് വരച്ച് വെക്കുക. ഒരു അഡീഷണൽ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് വട്ടം വരച്ച് വെക്കരുത്, സൈഡിൽ ചെറുതായിട്ട് ഇതൊന്ന് വരച്ച് വെക്കുക കേട്ടോ. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്നത്. Some of the political and social events in the 19th century and the early 20th century affected the English-speaking countries, but more influential in this respect are the great development of science and technology. അപ്പോൾ നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജി എത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഡെവലപ്പ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി കാരണം ഇംഗ്ലീഷ് വേൾഡ് വൈഡ് ആവാൻ ഒരുപാട് പോസിബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ചില പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇവൻറ്റ്സ്, അതായത് ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ 19th and 20th സെഞ്ച്വറിയിൽ നടന്നിട്ടുള്ള മേജറായിട്ടുള്ള കാര്യം മോഡേണൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെയാണ്. സോ ഈ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്നതോട് കൂടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റാപ്പിഡ് ചേഞ്ചസ് വരികയും പിന്നീട് അത് ഇംഗ്ലീഷ് വൊക്കാബുലറിയെ കൂടി അഡ്വാൻസ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻ്റലക്ച്വൽ activity during this period was amazing. There was rapid progress in science. A period of great enterprise activity seems generally to be accompanied by corresponding increase in new words. അപ്പം ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആയപ്പോൾ ഈ സയൻസും ടെക്നോളജിയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ദ ഗ്രോത്ത് ഓഫ് സയൻസ് വരും, മെഡിസിൻ വരും, പിന്നെ ഇൻഡസ്ട്രീസ് വരും, ഫാക്ടറീസ് വരും. അപ്പോൾ അതുമായിട്ടുള്ള ഒരുപാട് റിലേറ്റീവ് ആയിട്ടുള്ള വേർഡ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ, പിന്നെ അൾട്രാ വയലറ്റ് റേസ്, പിന്നെ ലൈറ്റ്, കറൻറ്റ്, പിന്നെ കമ്മ്യൂട്ടേറ്റർ, പിന്നെ ഡൈനാമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി വന്നതിന് ശേഷം വന്നിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സാണ്. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ഇൻ ദി ഡിജിറ്റൽ ഏജ്, അതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഈ ചാപ്റ്റർ കഴിയാനായി. ഓക്കെ, എനിവേ ദ ടെക്നോളജീസ് എനേബിളിംഗ് പ്രിൻറ്റ് ബേസ്ഡ് ബുക്സ് ആർ നാച്ചുറൽ ടു ദി ഇംഗ്ലീഷ് സ്റ്റഡീസ്. സ്റ്റുവർട്ട് ലീ ആർഗ്യൂസ് for close synergy between IT and study of literature based on a list of core literary skills for English studies listed in the English bookmarking statement, namely the close reading and analyzing of text and ability to accumulate knowledge, sensitivity to the context that shape text, their production and reception, and biographic skill. അപ്പോൾ ഡിജിറ്റൽ ഏജിൽ എങ്ങനെ ഇംഗ്ലീഷിന് ഇത്ര പ്രാവീണ്യം വന്നു അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻസ് വന്നു? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതൊരു ഡിജിറ്റൽ ഏജിലാണ്. ഇപ്പോഴുള്ള ആളുകളെ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ജനറേഷനെ നമ്മൾ നെറ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്നുണ്ട്. NET, നെറ്റ് ജനറേഷൻ.
അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഏജിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ് ശരിക്കും? ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യുന്ന മീഡിയാസാണ് ഈ ഒരു ഇൻ്റർനെറ്റ്, അതുപോലെ കമ്പ്യൂട്ടർ, വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസൊക്കെ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആളുകളെ അങ്ങനെ ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളെയും പരസ്പരം കണക്റ്റ് ചെയ്യുന്ന എന്താ പറയുക ഒരു മീഡിയം ആകുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ ഇംഗ്ലീഷാണ് ഇതിൽ യൂസ് ചെയ്തത്. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പിന്നെ IT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ആളുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അവരുടെ ഇമാജിനേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷ് ഇൻ ഡിജിറ്റൽ ഏജ് എന്ന് പറയുമ്പോൾ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ സോഷ്യൽ മീഡിയാസ്, മൊബൈൽ, ഇലക്ട്രോണിക്സ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അതോടുകൂടി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പേപ്പർ കഴിഞ്ഞു. ഇനി ഇതിൽ കാര്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ട്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യണം. അത് എക്സാമിൻ്റെ മുന്നേ ചെയ്യാം. നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുക. ടെലിഗ്രാം ചാനലുണ്ട്, അതുവഴി ഇൻഫോം ചെയ്താൽ മതി. അപ്പോൾ ലിറ്റററി വേൾഡ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്, ലിറ്റററി വേൾഡ് 2020 എന്നാണ്. അപ്പോൾ അത് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. പിന്നെ അതുപോലെ നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക. ദെൻ അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ കംപ്ലീറ്റ് ആയി. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ലൈക്ക് ചെയ്യുക.